സഹോദരന്മാരെ, സമസ്തക്കാരോട്, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരോട് ഒരു ചോദ്യം. അതായത് CIC-യുടെ ഹക്കീം ഫൈസി ഒരു പ്രസംഗത്തിൽ പറയുന്നു, വല്ലാതെ കളിച്ചാൽ ചെമ്പരിക്കാളിയുടെ കാര്യം, അതായത് അദ്ദേഹം മുമ്പ് സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ പുറത്തിടും എന്നാണ് ഈ ഹക്കീം ഫൈസി പറഞ്ഞത്. അതുകൊണ്ട് സമസ്തയിലുള്ള പണ്ഡിതന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, പൊതുസമൂഹത്തിന് ചെമ്പരിക്കാളിയുടെ വധവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ട്. കാരണം ഇങ്ങനെയും കൊലപാതകങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് കൈയുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സൂഫി സംഘടന, എന്ത് സുഹൃദിൻ്റെ സംഘടന? അപ്പോൾ ഇതറിയാൻ അമിതമായ താൽപ്പര്യമുണ്ട് സമസ്തക്കാർ അതിൻ്റെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരണം. കാരണം ഹക്കീം ഫൈസിയുടെ വെല്ലുവിളിക്ക് ഒരാളും അതിന് ഈ സമയം വരെ മറുപടിയായി കൊടുത്തിട്ടില്ല. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയണം. മുമ്പ് ഇതുപോലെ തന്നെ കേരളീയ സമൂഹം വല്ലാതെ ചർച്ച ചെയ്തതാണ്. ചേകനൂരിന് ഇസ്ലാം മതത്തിൻ്റെ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ട്, ചിലത് ഗൗരവമുള്ള അഭിപ്രായം. അദ്ദേഹത്തോട് നമുക്ക് ഒരിക്കലും യോജിപ്പില്ലെങ്കിലും അദ്ദേഹത്തെ കൊന്നത് അന്നത്തെ ടൈഗർ ഫോഴ്സോ അല്ലെങ്കിൽ AP ഗ്രൂപ്പിൻ്റെ പേരിൽ ആരോപിച്ചിരുന്നു. അതും CBI ആ കേസ് മടക്കി വെച്ചു എന്നതുപോലെ ചെമ്പരിക്കാളിയായ CM ഉസ്താദിൻ്റെ കേസും CBI തുറക്കാതെ മടക്കി വെച്ചു. ഒരു അടിസ്ഥാനവും ഈ രണ്ട് കൊലപാതകത്തിൻ്റെയും കിട്ടിയില്ല. ഇപ്പോൾ ഹക്കീം ഫൈസി പറയുന്നു, വേണ്ടി വന്നാൽ ഞാൻ തുറന്നടിക്കും എന്ന്. അത് സമസ്തക്കാരും ഹക്കീം ഫൈസിയും തമ്മിൽ പൊതുവിൽ ചില ഏറ്റുമുട്ടലുകളുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൻ്റെ സത്യം തുറന്ന് പറയാനും പൊതുസമൂഹത്തിന് അത് അറിയാനും താൽപ്പര്യമുണ്ട്. അതുകൊണ്ട് ഹക്കീമിനോടും ഞങ്ങൾ പറയുന്നു, സമസ്തക്കാരോടും ഞങ്ങൾ പറയുന്നു, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവന്നാലേ പറ്റൂ. അത് കൊണ്ടുവരണം. കാരണം പണ്ഡിതന്മാരുടെയും സാഹിദീങ്ങളുടെയും തസവൂഫിൻ്റെയും ജോലി ഇതാണോ, ഈ കൊലപാതകമാണോ എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ താൽപ്പര്യമുണ്ട്. സമസ്തക്കാരെ